തൻ്റെ കാൽവണ്ണയിൽ കിടക്കുന്ന ചിലങ്കയിലേക്ക് ലച്ചുവിൻ്റെ നോട്ടം ചെന്നു. അവളത് അഴിച്ചെടുത്ത് അതിൻ്റെ ബോക്സിൽ വെക്കാൻ നേരാണ് അതിത്തിരി പഴക്കം ചെന്ന ചിലങ്കയാണെന്ന് ലച്ചു മനസ്സിലാക്കുന്നത്. വർഷങ്ങളുടെ പഴക്കമുള്ളതുപോലെ അവൾക്ക് ഫീൽ ചെയ്തു. അത് ബോക്സിൽ തിരിച്ച് വെക്കാൻ നേരാണ് ബോക്സ് അവളുടെ കയ്യിൽ നിന്നും ബെഡിലേക്ക് വീഴുന്നത്. അന്നേരാണ് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് ഒരു കുഞ്ഞു പൊതി അതിനിടയിൽ നിന്ന് വീഴുന്നത്. അതെന്താണെന്നറിയാൻ അവളത് തുറന്നു നോക്കി. വെള്ളക്കല്ല് പതിപ്പിച്ച ഒരു കുഞ്ഞു മുക്കുത്തി. ഈ മുക്കുത്തി ഇത് തൻ്റെയല്ലേ? ഇതല്ലേ തൻ്റെ കയ്യിൽ നിന്നും കുറേ മുന്നേ നഷ്ടപ്പെട്ടു പോയത്? പുത്തം പുരക്കലെ വീട്ടിൽ വെച്ചാണ് അത് നഷ്ടപ്പെട്ടതെന്ന് ലച്ചുവിന് നല്ല ഓർമ്മയുണ്ടായിരുന്നു. ഇതെങ്ങനെ കിച്ചുവേട്ടൻ്റെ കയ്യിൽ? ഇത് ഇത്രയും നാൾ കിച്ചുവേട്ടൻ സൂക്ഷിച്ചു വെച്ചിരുന്നു. എന്തിന്? ലക്ഷ്മിയുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയർന്നു. അവളുടെ മനസ്സിലൂടെ എന്തൊക്കെയോ ചിന്തകൾ കടന്നുകൂടി. ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങൾ. ഓരോന്ന് ചിന്തിച്ച് അവൾക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് തോന്നിയപ്പോഴാണ് കിഷോറിൻ്റെ അലമാരയിൽ കീ തൂങ്ങിക്കിടക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. നേരത്തെ അവൻ ആ സിറ്റുവേഷനിൽ പൂട്ടാൻ മറന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. ഒരുപക്ഷെ തൻ്റെ ചോദ്യങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാതിരിക്കില്ല എന്ന് കരുതി അവൾ വീൽ ചെയർ സ്വയം ഉരുട്ടി അലമാരയുടെ അരികിലേക്ക് ചെന്നു. അലമാര തുറന്നു അതിലേക്ക് ചുറ്റും കണ്ണോടിച്ചു. അതിലെന്തൊക്കെയോ ബുക്സും പേപ്പേഴ്സും കുറേ ഫയൽസൊക്കെയും കണ്ടതും ഇതൊക്കെ എന്താണാവോ എന്ന പോലെ അവൾ നോക്കി. വീൽ ചെയറിലായതുകൊണ്ട് അവൾക്ക് അലമാരയിലെ മുകളിലെ ഷെൽഫിലൊന്നും എന്താണെന്ന് പോലും കാണാൻ പറ്റിയിരുന്നില്ല. അവൾക്ക് ഇരുന്നിടത്ത് നിന്നും എടുക്കാൻ പറ്റുന്നതൊക്കെയും പുസ്തകങ്ങളായിരുന്നു. അതൊക്കെ എടുത്തു നോക്കി അവിടെ തന്നെ തിരികെ വെച്ചു. അടുക്കി വെച്ചിരുന്ന ഷീറ്റ് പേപ്പർ ബണ്ടിൽ കണ്ടതും ലച്ചു ഇതെന്തിനാ ഇത്രയും പേപ്പേഴ്സൊക്കെയും എന്ന് ചിന്തിച്ചു പോയി. അതിൻ്റെ തൊട്ടടുത്തായി കുറച്ച് പേപ്പേഴ്സ് പിൻ ചെയ്ത് വെച്ചത് കണ്ടതും അവളെ അതൊന്ന് എടുത്തു നോക്കി. അവൾ എന്ന ഹെഡ്ലൈനോട് കൂടി തുടങ്ങുന്ന വരികൾ ലച്ചു വായിക്കാൻ തുടങ്ങി. 1-2 പേജുകൾ മറിച്ചു നോക്കിയപ്പോൾ അതൊരു കഥയാണെന്ന് അവൾക്ക് മനസ്സിലായി. മനസ്സിൽ തട്ടുന്ന വരികൾ കൈയക്ഷരം കിഷോറിൻ്റെയാണെന്ന് അവൾക്ക് പെട്ടെന്ന് മനസ്സിലായി. അവളുടെ മനസ്സിലൂടെ എന്തൊക്കെയോ സംശയങ്ങൾ മിന്നിമാഞ്ഞു. അതുപോലെ എഴുതി വെച്ച ഒരുപാട് കഥകൾ അവിടെ ഉണ്ടായിരുന്നു. ചിലത് എഴുതി കഴിഞ്ഞതും ചിലത് പകുതിയായതും. അതിൻ്റെ കൂടെ നീഹാരമായി എന്ന കഥ അവൻ്റെ കൈപ്പടയിൽ കൂടി കണ്ടതും അവളൊന്ന് ഞെട്ടി. അത് കണ്ടപ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന അവളുടെ സംശയം ശരിയാണെന്ന് അവൾ ഒന്നുകൂടെ ഉറപ്പിച്ചു. പെട്ടെന്നാണ് നേരത്തെ വായിച്ച പ്രണയം എന്ന കഥ അവളുടെ മനസ്സിലേക്ക് വരുന്നത്. അതിൽ പറയുന്നത് നായകനായ രവിശങ്കറിൻ്റെ നഷ്ടപ്രണയമാണ്. കിച്ചുവേട്ടൻ തനിക്കന്ന് സമ്മാനിക്കുന്ന പുസ്തകങ്ങളുടെ രചയിതാവിൻ്റെ അവസാനത്തെ രചനയായിരുന്നത്. അത് തനിക്ക് കൊണ്ടുതന്നത് അന്ന് സുരേഷേട്ടനായിരുന്നു. അന്നത്തെ തൻ്റെ അപകടം നടന്ന് 2 വർഷങ്ങൾക്ക് ശേഷമാണ് ആ പുസ്തകം വിപണിയിലിറങ്ങുന്നത്. അവൾ ഓർത്തുപോയി. ആ കഥ പലതവണ വായിച്ചപ്പോഴും അതിലെ നായിക ഹരിപ്രിയയ്ക്ക് താനുമായി ചില സാമ്യതകൾ ഉള്ളതുപോലെ തോന്നിയിരുന്നു. സ്വന്തം ജീവിതം തന്നെയാണോ അതിലൂടെ കിഷോർ തുറന്നു കാട്ടിയതെന്ന് ലക്ഷ്മി ചിന്തിച്ചു പോയി. ലക്ഷ്മിക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി. സാരി തലപ്പ് കൊണ്ട് മുഖം അമർത്തി തുടച്ച ശേഷം ഇനിയും എന്തെങ്കിലും കാണുമോ എന്നറിയാൻ അവൾ ഉള്ള ബലം മുഴുവൻ പ്രയോഗിച്ചു. തൻ്റെ ഒരു കൈ വീൽ ചെയറിൻ്റെ ഹാൻഡിലും മുറുകെ പിടിച്ചു. മറ്റേ കൈ ഉയർത്തിക്കൊണ്ട് കാണാൻ പറ്റാത്ത ഷെൽഫിൽ തപ്പിത്തടഞ്ഞപ്പോഴാണ് അവളുടെ മേലേക്ക് എന്തോ വീഴുന്നത്. അതെന്താണെന്ന് നോക്കിയതും അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. തൻ്റെയും കിച്ചുവേട്ടൻ്റെയും ഒരുമിച്ചുള്ള പെയിൻറ്റിങ്സ്, അതും തങ്ങൾക്കിടയിൽ നടന്ന സംഭവങ്ങൾ ചിത്രരൂപത്തിൽ. അവൾ എല്ലാ ചിത്രങ്ങളും മാറി മാറി നോക്കി. എറ്റേണൽ ലവ് എല്ലാത്തിൻ്റെയും ഒരു വശത്ത് എഴുതിയത് കാണാം. എല്ലാം കണ്ടതും ഒരു വേള അവൾക്ക് തോന്നിപ്പോയി തൻ്റെ ശ്വാസം ഇപ്പോൾ വിലങ്ങിപ്പോകുമെന്ന്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താ? കിച്ചുവേട്ടൻ തന്നെ പ്രണയിച്ചിരുന്നെന്നോ? അതും ഇത്രയും ഭ്രാന്തമായി? വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒരിക്കൽ പോലും അവൻ്റെ ഭാഗത്ത് നിന്ന് ഒരു സൂചന പോലും തനിക്ക് കിട്ടിയിരുന്നില്ലല്ലോ. ആ വീട്ടിൽ കിച്ചുവേട്ടനോടായിരുന്നു തനിക്ക് കൂടുതൽ അടുപ്പം. പ്രണയമായ അശോകേട്ടനോട് പോലും അത്രയും സ്നേഹമില്ലായിരുന്നു. താൻ +1 പഠിക്കുമ്പോൾ കിച്ചുവേട്ടൻ ഡിഗ്രി 2nd ഇയറിന് പഠിക്കുന്നു. തൊട്ടടുത്ത് സ്കൂളും കോളേജും ആയതുകൊണ്ട് തങ്ങൾ ഒരുമിച്ചാണ് പോക്കും വരവും. അന്ന് മുതലാണ് നല്ല കൂട്ടുകാരായത്. സൗഹൃദത്തിനപ്പുറം അവനിൽ മറ്റൊന്നും താൻ കണ്ടിട്ടില്ല. തങ്ങൾ തമ്മിൽ എല്ലാം തുറന്ന് സംസാരിക്കും. താൻ ഡിഗ്രിക്ക് കിച്ചുവേട്ടൻ്റെ അതേ കോളേജിൽ ജോയിൻ ചെയ്ത സമയത്താണ് വല്ലപ്പോഴും മാത്രം വീട്ടിൽ വന്നു പോകുന്ന അശോകിനെ താൻ ശ്രദ്ധിക്കുന്നത്. പ്രായത്തിൻ്റെ പക്വതക്കുറവായിരിക്കാം അന്ന് മറ്റൊന്നും ചിന്തിക്കാതെ അയാളെ പ്രാണന് തുല്യം സ്നേഹിച്ചത്. ആ സമയത്താണ് തനിക്ക് ഏതോ വലിയ വീട്ടിൽ നിന്നും കല്യാണാലോചന വന്നത്. വീട്ടുകാരാ കല്യാണം നടത്താനുള്ള തീരുമാനത്തിലെത്തി നിന്നതും പിന്നെ ഒന്നും ആലോചിക്കാതെ ആ കല്യാണം വേണ്ടെന്നും അശോകേട്ടന് മതിയെന്നും പറഞ്ഞപ്പോൾ ആർക്കും എതിർപ്പൊന്നുമില്ലായിരുന്നു. ഒടുവിൽ അശോകേട്ടൻ മറ്റൊരു പെണ്ണുമായി നാട് വിട്ടപ്പോൾ സങ്കടവും അപമാനഭാരവും താങ്ങാനാവാതെ തന്നെ സ്നേഹിക്കുന്നവരെ പോലും മറന്നുകൊണ്ട് ജീവനൊടുക്കാൻ തീരുമാനിച്ചതും തന്നിലെ പക്വതയില്ലായ്മയാണ്. അയാൾ വേറൊരു പെണ്ണിനെ കെട്ടിയിട്ടും എന്തുകൊണ്ടോ അയാളെ മറക്കാൻ പറ്റിയില്ല. ജീവിതത്തിൽ ഇനി തനിക്ക് മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലാത്തത് കൊണ്ടാവാം അയാളെ പിന്നെയും സ്നേഹിച്ചത്. കിച്ചുവേട്ടൻ്റെ താലി കഴുത്തിൽ അണിഞ്ഞപ്പോഴാണ് അയാളെ മനസ്സിൽ നിന്നും എടുത്തെറിഞ്ഞത്. തന്നെ ഒരിക്കൽ പോലും സ്നേഹിക്കാത്ത ഒരാൾക്ക് വേണ്ടി ഈ ജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച് 4 ചുവരുകൾക്കുള്ളിൽ തള്ളി നീക്കിയപ്പോൾ
തന്നെ ജീവന് തുല്യം സ്നേഹിച്ച ഒരാൾ നിഴൽ പോലെ കൂടെ ഉണ്ടായിട്ടും താൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് സ്വയം പുച്ഛം തോന്നി. അവസാനം കിച്ചുവേട്ടൻ തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയപ്പോൾ അശോകിൻ്റെ ഓർമ്മകളും അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. കിച്ചുവേട്ടനൊത്ത് ഒരു ജീവിതം തനിക്ക് പറ്റില്ലെന്ന് അവനോട് തുറന്നു പറഞ്ഞപ്പോൾ അവൻ വീണ്ടും തനിക്ക് വേണ്ടി ഒരു കോമാളി വേഷം കെട്ടി തുടങ്ങിയിരുന്നു. പേരിന് മാത്രം ഒരു ഭാര്യാഭർത്തൃ ബന്ധം. എന്തിനായിരുന്നു കിച്ചുവേട്ട ഇതൊക്കെയും? ലക്ഷ്മിയുടെ ഉള്ളം മന്ത്രിച്ചു. അന്നേരം ദേഷ്യവും സങ്കടവും കുറ്റബോധവും എല്ലാം കൊണ്ട് ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഇനിയും എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ അവൾ തൻ്റെ അവശത പോലും മറന്നു. വീൽചെയറിൽ നിന്ന് ഏന്തി വലിഞ്ഞ് മുകളിലത്തെ ഷെൽഫിലേക്ക് കൈയിടാൻ നോക്കിയതും അവൾ ബാലൻസ് കിട്ടാതെ നിലത്തേക്ക് ഊർന്നു വീണു. തൻ്റെ അലമാര പൂട്ടിയില്ലല്ലോ എന്ന കാര്യം പിന്നീടാണ് കിഷോർ ഓർത്തെടുക്കുന്നത്. സമയം പാഴാക്കാതെ അവൻ മുറിയിലേക്ക് നടന്നു. മുറിയിൽ കണ്ട കാഴ്ചയിൽ കിഷോർ മറ്റെല്ലാം മറന്നു പോയിരുന്നു. നിലത്ത് വീണ് കിടക്കുന്ന ലക്ഷ്മി അവൾ എഴുന്നേൽക്കാനാവാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടതും അവൻ ഓടിച്ചെന്ന് അവളുടെ അരികിൽ ചെന്ന് അവളെ വാരിയെടുത്ത് ബെഡിലിരുത്തി. ലച്ചു, എന്താ പറ്റിയത്? നീ എങ്ങനെയാ വീണത്? എന്തിനാ നീ ഒറ്റയ്ക്ക് എഴുന്നേറ്റത്? എവിടെയെങ്കിലും കൊണ്ടോ നോക്കട്ടെ? അവനിൽ അന്നേരം അവൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന വെപ്രാളമായിരുന്നു. കിഷോർ ഒറ്റ ശ്വാസത്തിൽ അത് പറഞ്ഞതും അവനൊന്നും മിണ്ടിയില്ല. എന്താ ലച്ചു നീ ഒന്നും മിണ്ടാഞ്ഞത്? നീ എന്തിനാ എഴുന്നേറ്റത്? നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? കൈ കാണിക്ക് നോക്കട്ടെ. എന്നിട്ടും അവളിൽ നിന്നും പ്രതികരണമൊന്നുമില്ല എന്നറിഞ്ഞ കിഷോർ അവൾ വീണ് കിടക്കുന്നിടത്തേക്ക് ഒന്ന് കണ്ണോടിച്ചു. അപ്പോഴാണ് തുറന്നു കിടക്കുന്ന അലമാരയും അവിടെ വീണ് കിടക്കുന്ന പേപ്പേഴ്സൊക്കെയും അവൻ കാണുന്നത്. അവളെ ഒന്ന് നോക്കി അങ്ങോട്ട് നടക്കുമ്പോൾ അവൻ്റെ ഹൃദയമിടിപ്പേറി വന്നു. അവിടെ വീണ് കിടക്കുന്നതൊക്കെയും കണ്ടപ്പോൾ കിഷോറിന് കാര്യം മനസ്സിലായി. കള്ളം പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ അവൻ അതൊക്കെയും അലമാരയിൽ വെച്ച് പൂട്ടി മുറി വിട്ടിറങ്ങാൻ നേരാണ് അവൾ പിന്നിൽ നിന്ന് വിളിക്കുന്നത്. ഒന്ന് നിന്നേ. അവളുടെ സ്വരത്തിൽ ദേഷ്യം കലർന്നിരുന്നു. അവളുടെ വിളിയുടെ അർത്ഥം മനസ്സിലായ അവൻ മറ്റാരും അറിയണ്ട എന്ന് കരുതി ഡോർ അടിച്ച് ലോക്കിട്ടുകൊണ്ട് അവളുടെ അരികിലേക്ക് നടന്നു. അവൾ അവനെ നിറഞ്ഞ കണ്ണാലെ ഒന്ന് നോക്കി. ശേഷം ചോദിച്ചു, നിങ്ങൾക്ക് എന്നോട് പ്രണയമായിരുന്നോ? നിങ്ങൾ എന്നെ കല്യാണം കഴിച്ചത് ആ പ്രണയം ഉള്ളിൽ ഉള്ളതുകൊണ്ടാണോ? ലച്ചുവിൻ്റെ ചോദ്യം കേട്ടതും കിഷോറിന് എന്ത് പറയണം എന്നറിയാതെ വന്നു. പറ, എന്തിനാ നിങ്ങളിങ്ങനെ ഒരു ഒളിച്ചുകളി പ്രണയം നടത്തുന്നത്? ലച്ചു, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നും പറഞ്ഞ് കിഷോർ അവളുടെ അരികിൽ വന്നിരുന്നു. വേണ്ട, എനിക്കൊന്നും കേൾക്കണ്ട. പ്ലീസ് ലച്ചു, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. വേണ്ട, ചതിയനാ നിങ്ങൾ എന്നും പറഞ്ഞ് അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിമുറുക്കി. 3 വർഷം എൻ്റെ നിഴൽ പോലെ കൂടെ ഉണ്ടായതല്ലേ, എന്നെ പറ്റിക്കായിരുന്നില്ലേ? ലച്ചുവിനെ ഞാൻ പറ്റിച്ചെന്നോ? അതിനെനിക്ക് പറ്റില്ലെന്ന് അറിഞ്ഞൂടെ? ഞാൻ അറിയാതെ ഒരുപാട് സ്നേഹിച്ചു പോയി. അവൻ്റെ സ്വരം അന്നേരം നന്നേ ഇടറിയിരുന്നു. ഇനി എന്താ കിച്ചുവേട്ടാ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ പറഞ്ഞത് അന്ന് പറഞ്ഞിരുന്നേ ഒരുപക്ഷെ ലക്ഷ്മി നിങ്ങളെ മാത്രമേ സ്നേഹിക്കുമായിരുന്നുള്ളൂ. കാരണം അന്ന് ലച്ചുവിന് കിച്ചുവേട്ടൻ മറ്റെന്തിനേക്കാളും വലുതായിരുന്നു. കിച്ചുവേട്ടൻ്റെ സ്നേഹവും കരുതലും വാത്സല്യവും സൗഹൃദവും അതിൽ ഞാൻ എവിടെയും ഒരിക്കൽ പോലും പ്രണയം കണ്ടിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഞാൻ നിങ്ങളുടെ പ്രണയം മനസ്സിലാക്കുന്നത്? ഞാൻ അറിഞ്ഞിരുന്നില്ല ഒന്നും എന്നും പറഞ്ഞ് അവനെ ഇറുകെ പുണർന്നതും കിഷോർ ഞെട്ടിത്തരിച്ചുപോയി. താൻ കാരണം അവൻ്റെ ജീവിതം ഇല്ലാതായല്ലോ എന്ന കുറ്റബോധമായിരുന്നു അവളിൽ അന്നേരം ഉണ്ടായിരുന്നത്. ലച്ചുവിൽ നിന്നും അങ്ങനെ ഒരു നീക്കം അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അവളുടെ കണ്ണുനീർ അവൻ്റെ നെഞ്ചിലൂടെ ഒലിച്ചിറങ്ങി. കുറച്ചു കഴിഞ്ഞതും കരച്ചിലടങ്ങിയ ലച്ചു അവനിൽ നിന്നും അകന്നു മാറി. അവൾ അന്നേരം അവൻ്റെ മുഖത്ത് നോക്കാനാവാതെ മിഴികൾ താഴ്ത്തി. ലച്ചു, ഞാൻ പറയാൻ വന്നതാ. അപ്പോഴാണ് നീ എന്നോട് അശോകേട്ടന് ഇഷ്ടമാണെന്ന് എന്ന കാര്യം സൂചിപ്പിക്കുന്നത്. കിച്ചുവേട്ടനെ അറിയാലോ, ഞാൻ അശോകേട്ടനെ ഇഷ്ടപ്പെടുന്നത് എൻ്റെ 18ാം വയസ്സിലാണ്. പക്ഷേ രവിശങ്കറിന് ഹരിപ്രിയയോട് പ്രണയം തോന്നിയത് അതിന് എത്രയോ വർഷങ്ങൾക്ക് മുന്നെയാണ്. ഇവിടെ കിച്ചുവേട്ടൻ തന്നെയാണ് രവിശങ്കർ എന്ന് ഞാൻ മനസ്സിലാക്കാൻ വൈകിപ്പോയി. അതായത് നമ്മൾ ഒരുമിച്ച് കോളേജിലും സ്കൂളിലും പോയിരുന്നില്ലേ? ആ സമയത്ത് കിച്ചുവേട്ടൻ എന്നെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ലക്ഷ്മിയുടെ ചോദ്യം കേട്ടതും അവനൊന്നും മിണ്ടാതെ തല കുനിച്ചു. അന്ന് എപ്പോഴെങ്കിലും എന്നോട് പറയായിരുന്നു ഞാൻ നിന്നെ പ്രണയിക്കുന്നു ലച്ചുവെന്ന്. അല്ലെങ്കിൽ എനിക്കൊരു സൂചന തരായിരുന്നു. നമ്മുടെ സംസാരത്തിൽ ഒരിക്കൽ പോലും പ്രണയം എന്ന വാക്ക് കടന്നു വന്നിരുന്നില്ല. അതുപോട്ടെ, എനിക്ക് അശോകേട്ടനോട് തോന്നിയ പ്രണയം ഞാൻ ആദ്യം പറഞ്ഞത് കിച്ചുവേട്ടനോടല്ലേ? അന്ന് പറയായിരുന്നില്ലേ? ലച്ചു, നീ എൻ്റെയാണ്. ഞാൻ നിന്നെ ഒരുപാട് പ്രണയിക്കുന്നുണ്ടെന്ന്. എന്നിട്ടോ ഉള്ളിലെ പ്രണയം മറച്ചു പിടിച്ചു എൻ്റെ പ്രണയത്തിന് പരിപൂർണ പിന്തുണ നൽകി കൂടെ നിന്നു. എന്നിട്ട് എന്തുണ്ടായി? എനിക്ക് ആശിച്ചത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, നിങ്ങളെല്ലാം ഉള്ളിലൊതുക്കി വിവാഹം പോലും വേണ്ടെന്ന് വെച്ച് ജീവിച്ചു. എന്തിനായിരുന്നു ഇതൊക്കെ? മറ്റൊരു വിവാഹം കഴിച്ചു സുഖമായി ജീവിച്ചൂടായിരുന്നോ? അത് കേട്ടതും കിഷോർ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമേ ചെയ്തുള്ളൂ. ലച്ചു, എനിക്കത് നിന്നോട് പറയാൻ പേടിയായിരുന്നു. നീ അത് ഏത് രീതിയിൽ എടുക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. നീ നമ്മുടെ സൗഹൃദം പോലും വേണ്ടെന്ന് വെച്ചാലോ എന്ന് കരുതിയാ ഞാനൊന്നും പറയാതിരുന്നത്. പഠിത്തമൊക്കെയും കഴിഞ്ഞ് നല്ല ജോലിയൊക്കെ കിട്ടി നിൻ്റെ ഏട്ടന്മാരോട് നേരിട്ട് വന്ന് പെണ്ണ് ചോദിക്കാമെന്ന് കരുതി. പക്ഷേ വിധി നമുക്കായി കാത്തു വെച്ചത് മറ്റെന്തൊക്കെയായിരുന്നു.
ഞാനന്ന് നിന്നെ കാണാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. നീ അത് അറിഞ്ഞു കാണുമോ എന്നറിയില്ല. അറിഞ്ഞിരുന്നു. എല്ലാവരും കൂടി ഒരുപാട് തല്ലിയല്ലേ? അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ഒന്നുകൂടി നിറഞ്ഞു വന്നു. ചെറുതായി തല്ലുകൊള്ളേണ്ടി വന്നു. നിനക്കറിയോ ലച്ചു, ഞാനന്ന് നിൻ്റെ ബാൽവേട്ടനോടും ശിവേട്ടനോടും നിന്നെ എനിക്ക് തരുമോ എന്ന് ചോദിച്ചിരുന്നു. എനിക്ക് നിൻ്റെ കുറവുകളൊന്നും പ്രശ്നമല്ലായിരുന്നു. ഞാൻ സ്നേഹിച്ചത് ഈ മനസ്സാണ്. പക്ഷെ അവരത് തിരിച്ചറിഞ്ഞില്ല. അതും പറഞ്ഞ് കിഷോർ ആഞ്ഞൊരു ശ്വാസം വലിച്ചു. അത് ലക്ഷ്മിക്ക് പുതിയൊരു അറിവായിരുന്നു. എന്തിനാ എന്നിൽ നിന്നും പലതും ഒളിച്ചു വെച്ചത്? എനിക്ക് തരുന്ന പുസ്തകങ്ങൾ സ്വന്തം രചനയാണെന്ന് പറയായിരുന്നില്ലേ? അത് കിച്ചുവേട്ടനാണെന്ന് അറിഞ്ഞിരുന്നേ ലച്ചു മറ്റാരെയും സ്നേഹിക്കില്ലായിരുന്നു. അയാളെയും അയാളുടെ കഥകളെയും ലച്ചു അത്രത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു, ആരാധിച്ചിരുന്നു. ലക്ഷ്മിയുടെയും കിഷോറിൻ്റെയും സംസാരം ഒരുപാട് നേരം നീണ്ടു നിന്നു. ഇരുവരും വർഷങ്ങളായിട്ടുള്ളിലൊതുക്കിയതും പറയാൻ ബാക്കി വെച്ചതും പറഞ്ഞു തീർക്കുകയായിരുന്നു. നേരത്തെ വീണതിൻ്റെ ഫലമായി ലച്ചുവിൻ്റെ കാലിൽ ചെറുതായി ചതവ് പറ്റിയിരുന്നു. ആ കാലിലേക്ക് കുഴമ്പിട്ട് തടവുകയാണ് കിഷോർ. കിഷോർ അവളുടെ കാലിൽ മാത്രം ശ്രദ്ധ ചെലുത്തി തടവുകയാണെങ്കിലും ലച്ചുവിൻ്റെ നോട്ടം അവനിൽ മാത്രമായിരുന്നു. ലച്ചുവിൻ്റെ കാലിൽ തടവുന്നതിനിടയിലാണ് കിഷോർ മുഖമുയർത്തി നോക്കുന്നത്. അന്നേരം തന്നെ ഈമച്ചിമ്മാതെ നോക്കി നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടതും അവൻ്റെ കണ്ണുകളിലും പ്രണയം അലയടിക്കാൻ തുടങ്ങി. അവൻ്റെ ചൊടിയിൽ മനോഹരമായ ഒരു കുഞ്ഞു പുഞ്ചിരി വിരിഞ്ഞു. ആ പുഞ്ചിരിക്ക് വല്ലാത്തൊരഴകായിരുന്നെന്ന് അവൾക്ക് തോന്നിപ്പോയി. ആദ്യമായിട്ടാണ് അവൻ അത്രയും മനോഹരമായി പുഞ്ചിരിക്കുന്നത് അവൾ കാണുന്നത്. സ്വബോധത്തിലേക്ക് വന്ന ലച്ചു കാണുന്നത് തന്നെ പ്രണയത്തോടെ നോക്കുന്ന കിഷോറിനെയാണ്. അവൾ അന്നേരം നോട്ടം മാറ്റിക്കളഞ്ഞു. ശേഷം അവൾ അവൻ്റെ ശ്രദ്ധ മാറ്റാനായി സംസാരത്തിന് തുടക്കം കുറിച്ചു. കിച്ചുവേട്ടാ, എൻ്റെ മൂക്കുത്തി എവിടെ നിന്നാണ് കിട്ടിയേ? ലക്ഷ്മിയുടെ ചോദ്യം കേട്ടപ്പോഴാണ് ആ മൂക്കുത്തി ആ പെട്ടിക്കകത്ത് സൂക്ഷിച്ചു വെച്ചിരുന്ന കാര്യം അവൻ ഓർക്കുന്നത്. അവൾക്ക് ആ പെട്ടി കൊടുക്കാൻ നേരം അത് മാറ്റിവെക്കാൻ മറന്നു പോയതാണ്. അത് കണ്ടിട്ടാവണം അവളിൽ സംശയം നിറഞ്ഞതെന്ന് അവന് മനസ്സിലായി. അവളുടെ ചോദ്യത്തിന് മറുപടി നൽകാതെ ഒരു പുഞ്ചിരി മാത്രം നൽകിക്കൊണ്ട് അവളുടെ കാല് വീണ്ടും തടവുന്നവനെ കണ്ട് ലക്ഷ്മി വീണ്ടും അത് ചോദിച്ചു. കിച്ചുവേട്ട പറ, നീയെന്ന് ഈ മൂക്കുത്തി കാണാനില്ലെന്ന് പറഞ്ഞ് ഈ വീട് മുഴുവൻ തിരയുന്നത് ഞാൻ കണ്ടിരുന്നു. ഒടുവിൽ നീ മടുപ്പ് തോന്നി തിരച്ചിൽ നിർത്തിയപ്പോൾ ഞാൻ കുത്തിയിരുന്ന് തിരഞ്ഞു. അപ്പോൾ കിട്ടിയതാ. ചമ്മലോടെ പറയുന്നവനെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. എന്നിട്ടെന്തേ എനിക്ക് തന്നില്ല? തരാൻ തോന്നിയില്ല. ആ ചിലങ്ക എന്ന് വാങ്ങിയതാ? അത് പിന്നെ പറയുന്നേ, ഇനി എന്തിനാ ഈ ഒളിച്ചുകളി? നിൻ്റെ 18ാം പിറന്നാളിൻ്റെ അന്ന് ഇത് നിൻ്റെ കാലിൽ കെട്ടിത്തന്ന് ഒരു ഐ ലവ് യു ഒക്കെയും പറഞ്ഞ് എൻ്റെ പ്രണയം അറിയിക്കാനിരുന്നതാ. പക്ഷേ അതിനു മുൻപേ അത്രയും പറഞ്ഞ് അവനൊന്ന് നിർത്തി. അവൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായ ലച്ചു വീണ്ടും വിഷയം മാറ്റി. മതി തടവിയത്, ഇപ്പോൾ നല്ല ആശ്വാസം തോന്നുന്നുണ്ട് എന്നും പറഞ്ഞവളെ കാല് പിൻവലിച്ചു. അതെ, ഈ വയസ്സാം കാലത്ത് പരിസരബോധം മറന്ന് വായി നോക്കുന്നതേ അത്ര നല്ല ശീലമൊന്നുമല്ല. പിള്ളേർക്കുള്ളതാ, നാണക്കേടാണ് കേട്ടോ. അവൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായ കിഷോർ പറഞ്ഞു. ആർക്ക് വയസ്സായെന്നാ? എനിക്കോ? ദേ നോക്ക്, എൻ്റെ ഒരൊറ്റ മുടി പോലും നരച്ചിട്ടില്ല. അതറിയോ നിനക്ക്? ആർക്കറിയാം, മുടി കറുപ്പിച്ച് കാണും. ലക്ഷ്മി ചിരി ഉള്ളിലൊതുക്കി അവനെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞു. അവളെ മുഖം കൂർപ്പിച്ചൊന്ന് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, മുടി കറുപ്പിച്ചതേ നിൻ്റെ തന്ത ശങ്കരമേനോനായിരിക്കും. എൻ്റെ തന്തയ്ക്ക് വിളിത്തിരി കൂടുന്നുണ്ട് കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. കിച്ചോടൻ ഇപ്പോഴും പഴയതുപോലെ തന്നെയുണ്ട് കേട്ടോ. അവിടെ പിള്ളേരൊക്കെ പറയുന്നതേ പൃഥ്വിരാജെന്നാ. അത് കേട്ടതും കിഷോർ അറിയാതെ ഒന്ന് ചിരിച്ചു പോയിരുന്നു. ലച്ചു, നിനക്കറിയോ, ഞാനിപ്പോഴും എൻ്റെ യൗവനത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിന്നെയും ഹൃദയത്തിലേറി നടക്കുന്ന ആ പഴയ കിഷോർ തന്നെയാണ് ഞാനിപ്പോഴും. അല്ലെങ്കിലും പ്രണയത്തിന് മുന്നിൽ എന്തോന്ന് പ്രായം. അവളുടെ കണ്ണുകളിൽ മാത്രം ദൃഷ്ടിയോന്നിക്കൊണ്ടായിരുന്നു അവനത് പറഞ്ഞത്. ഓഹോ, അപ്പോൾ ഇനിയും പ്രണയിക്കാൻ തന്നെയാ ഉദ്ദേശം? പിന്നല്ലാതെ, എൻ്റെ ശ്വാസം വിലങ്ങും വരെയും ഞാൻ നിന്നെ ഇങ്ങനെ പ്രണയിച്ചു കൊണ്ടേയിരിക്കും. അവനത് പറഞ്ഞതും അവളുടെ മുഖം വിടർന്നത് കിഷോർ ശ്രദ്ധിച്ചിരുന്നു.